നമസ്കാരം, ഞാൻ സേതുലക്ഷ്മി. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. പവർഡ് ബൈ ARMC, പ്രസന്റഡ് ബൈ NCDC. ക്രൂരത കുരുന്നിനോടോ? ഡൽഹിയിൽ മലയാളി സ്കൂൾ വിദ്യാർത്ഥിയെ പാൻ വിൽപ്പനക്കാർ മർദ്ദിച്ചു കൊലപ്പെടുത്തി. കൊല്ലപ്പെട്ടത് പാലക്കാട് സ്വദേശി ഉണ്ണികൃഷ്ണന്റെ മകൻ രജത്ത്. മയൂർ വിഹാർ ഫേസ് 3-യിൽ പാൻ വിൽപ്പനക്കാരുടെ ക്രൂരത അരങ്ങേറിയത് ഇന്നലെ വൈകിട്ട്. താമസ സ്ഥലത്തിന് സമീപം പാൻ മസാല വിൽപ്പനക്കാരുമായി ഉണ്ടായ തർക്കത്തിനിടെയാണ് മർദ്ദനമെന്ന് സമീപവാസികളുടെ മൊഴി. ഡൽഹി പബ്ലിക് സ്കൂളിൽ 9ാം ക്ലാസ് വിദ്യാർത്ഥിയായ രജത്ത് ട്യൂഷൻ കഴിഞ്ഞ് മടങ്ങുമ്പോഴായിരുന്നു സംഭവം. മൃതദേഹം ഡൽഹി ലാൽ ബഹദൂർ ആശുപത്രിയിൽ. വെറുതെ തുടരുന്ന തെളിവെടുപ്പ്. ജിഷ കേസ് പ്രതി അമീറുൽ ഇസ്ലാമിന്റെ കസ്റ്റഡി കാലാവധി ഇന്ന് അവസാനിക്കാനിരിക്കെ കാഞ്ചീപുരത്തെ തെളിവെടുപ്പിൽ കാര്യമായി തുമ്പ് കിട്ടാതെ അന്വേഷണ സംഘം. സംഭവ സമയം പ്രതി ധരിച്ചിരുന്ന മഞ്ഞ ടീഷർട്ട് പോലീസിന് ഇതുവരെ കണ്ടെത്താനായില്ല. കൂടുതൽ തെളിവെടുപ്പിന് കസ്റ്റഡി നീട്ടിവാങ്ങാൻ ആലോചന. കൊലയാളിയുമായി ഇന്നലെ ഉച്ചയോടെ കാഞ്ചീപുരത്തെത്തിയ സംഘം അയാൾ താമസിച്ചിരുന്ന മുറിയിൽ വച്ച് ദീർഘമായി ചോദ്യം ചെയ്തെങ്കിലും കൂടുതൽ വിവരങ്ങൾ ലഭിച്ചില്ല. തെളിവെടുപ്പ് പൂർത്തിയാക്കി പുലർച്ചെ ആലുവയിൽ മടങ്ങിയെത്തിയ സംഘം വൈകിട്ട് 4 വരെ പ്രതിയെ വീണ്ടും ചോദ്യം ചെയ്യും. അതേസമയം അമീറുൽ ഇസ്ലാമിന്റെ സുഹൃത്ത് അനാറിനെ കണ്ടെത്താൻ അസമിലെത്തിയ ക്രൈംബ്രാഞ്ച് സംഘം തിരച്ചിൽ ശക്തമാക്കി. പ്രതിയുടെ മൊഴികളിൽ പലതും കളിവന്ന് വെളിപ്പെട്ട സാഹചര്യത്തിൽ കേസിൽ വഴിതെളിയാൻ അനാറിനെ കിട്ടാതെ മാർഗമില്ലെന്ന പ്രതിസന്ധിയിൽ അന്വേഷണ സംഘം. കണക്കെടുപ്പിന് കളമൊരുക്കം. അന്യസംസ്ഥാന തൊഴിലാളികളുടെ ഡാറ്റാ ബാങ്കിന് സമഗ്ര പദ്ധതി ഈ വർഷം ആരംഭിക്കുമെന്ന് തൊഴിൽ മന്ത്രി. തിരുവനന്തപുരം, കൊച്ചി, കോഴിക്കോട് മേഖലകളിൽ ഇവർക്കായി പ്രത്യേക പാർപ്പിട സൗകര്യം ഒരുക്കും. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവർ പങ്കാളികളായി കേരളത്തിൽ കുറ്റകൃത്യങ്ങൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിലാണിതെന്നും നിയമസഭയിൽ മന്ത്രി TP രാമകൃഷ്ണൻ. കഴിഞ്ഞ സർക്കാർ ആരംഭിച്ച മെഡിക്കൽ കോളേജുകൾ പൂട്ടില്ലെന്ന് ആരോഗ്യമന്ത്രി KK ശൈലജ. എന്നാൽ ഇവിടങ്ങളിൽ കൂടുതൽ സൗകര്യമൊരുക്കാൻ സമയം വേണം. മതിയായ ധാരണയില്ലാതെയാണ് UDF സർക്കാർ പുതിയ മെഡിക്കൽ കോളേജുകൾ അനുവദിച്ചതെന്നും ചോദ്യോത്തരവേളയിൽ മന്ത്രി. കുരിശാകുന്ന ശിരോകവചം. ഹെൽമറ്റ് പരിശോധന കർശനമാക്കാൻ പെട്രോൾ പമ്പുകളിൽ നിരീക്ഷണ ക്യാമറകൾ നിർബന്ധമാക്കി പോലീസ്. നടപടി ഹെൽമറ്റില്ലാത്ത ഇരുചക്ര വാഹനക്കാർക്ക് പെട്രോൾ നൽകേണ്ടതില്ലെന്ന ട്രാൻസ്പോർട്ട് കമ്മീഷണറുടെ നിർദ്ദേശത്തെ തുടർന്ന് നിയന്ത്രണം തിരുവനന്തപുരം, കൊച്ചി, കോഴിക്കോട് നഗരങ്ങളിൽ ഓഗസ്റ്റ് 1 മുതൽ. ഹെൽമറ്റ് ധരിക്കാത്തതിനെ ചൊല്ലി പെട്രോൾ പമ്പുകളിൽ തർക്കത്തിന് മുതിർന്നാൽ കർശന നടപടി. പരാതി ലഭിച്ചാൽ ഉടൻ എൻഫോഴ്സ്മെന്റ് വിഭാഗം കേസെടുക്കും. കുറ്റത്തിന്റെ സ്വഭാവം അനുസരിച്ച് പിഴ 100 മുതൽ 1000 രൂപ വരെ. അതേസമയം കൂടിയാലോചനയില്ലാതെ പുറപ്പെടുവിച്ച നിർദ്ദേശത്തിൽ നീരസവുമായി മന്ത്രി AK ശശീന്ദ്രൻ. പൊതുജനങ്ങളെ ബാധിക്കുന്ന വിഷയങ്ങളിൽ മന്ത്രിയെ അറിയിച്ചു മാത്രമേ തീരുമാനമെടുക്കാവൂ. ഉത്തരവ് അപ്രായോഗികമെങ്കിൽ പിൻവലിക്കുമെന്നും ഗതാഗത മന്ത്രി. ചോര വീണ തുർക്കിയിൽ. തുർക്കിയെ നടുക്കിയ ഇസ്താംബുൾ ഭീകരാക്രമണത്തിൽ മരണം 41. 240-ലധികം പേർക്ക് പരിക്കേറ്റ ചാവേർ സ്ഫോടനത്തിന് പിന്നിൽ ഇസ്ലാമിക് സ്റ്റേറ്റ് എന്ന തുർക്കി. ആക്രമണത്തെ അപലപിച്ച് മാർപ്പാപ്പയും ലോകരാഷ്ട്രങ്ങളും. ഇസ്താംബുൾ രാജ്യാന്തര വിമാനത്താവളത്തിൽ ചാവേർ ഭീകരർ നുഴഞ്ഞുകയറി സ്വയം പൊട്ടിത്തെറിച്ചത് ഇന്ത്യൻ സമയം ഇന്നലെ പുലർച്ചെ. പരിക്കേറ്റ പലരുടെയും നില ഗുരുതരമായി തുടരവേ മരണസംഖ്യ ഉയരുമെന്ന് സൂചന. ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം ഇതുവരെ ആരും ഏറ്റെടുത്തിട്ടില്ല. ആക്രമണം ഇസ്ലാമിക വിശ്വാസങ്ങൾക്ക് വിരുദ്ധമെന്നും തുർക്കി ജനതയെ ഭീകരവാദം കൊണ്ട് വിഭജിക്കാനാവില്ലെന്നും പ്രസിഡന്റ് തയ്യിപ്പ് എർദോഗൻ. ഭീകരാക്രമണങ്ങൾ തുടർക്കഥയായ തുർക്കിയിൽ 100 പേരുടെ ജീവനെടുത്ത കൂട്ടക്കൊല നടന്നത് കഴിഞ്ഞ ഒക്ടോബറിൽ. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസ് പവർഡ് ബൈ ARMC, പ്രസന്റഡ് ബൈ NCDC സമാപിക്കുന്നു. പുതിയ വാർത്തകളുമായി 1 മണിക്കൂർ ശേഷം വീണ്ടും കാണാം. നമസ്കാരം.